കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഹരീഷ് ആകെ വല്ലാതാവുന്നുണ്ട്. പെട്ടെന്നെ വണ്ടിയുടെ സ്പീഡൊക്കെ കുറച്ചുകൊണ്ട് തന്നെ അവൻ നീതുവിനോട് പറഞ്ഞു, നീതു, നീ എന്നെ മനസ്സിലാക്കണം. ഇത്ര പെട്ടെന്ന് നമുക്കൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഹരീഷ് വളരെ പതുക്കെ എന്ന ഉറപ്പോടുകൂടെ പറഞ്ഞു. കാരണം മറ്റൊന്നല്ല, സുഭാഷ് ഏട്ടൻ ഇപ്പോഴും കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ അതെന്റെ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന വലിയ തെറ്റായി പോവും. നീതി ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ഹരീഷ് തുടർന്നു, അല്ലെങ്കിൽ തന്നെ ഓൾറെഡി സുധീഷേട്ടനും നിധിയെടുത്തും തമ്മിലുള്ള ആ ഒരു മാരേജ് നടന്നു കഴിഞ്ഞല്ലോ. അത് സുഭാഷ് ഏട്ടൻ അവിടെ നിൽക്കുമ്പോഴാണ് നടന്നത്. മൂത്ത ചേട്ടൻ അവിടെ നിൽക്കുമ്പോൾ അനുജൻ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് നാട്ടുകാർ കണ്ട എന്ത് ചെയ്യും? നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? സുഭാഷ് ചേട്ടൻ എന്തോ വലിയ കുഴപ്പമുണ്ട് അവരൊക്കെ ചിന്തിക്കില്ലേ? ആ ചേട്ടന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക് നീതു. നീതുവിന്റെ മുഖഭാവം അങ്ങ് മാറി. അവൾക്ക് ഹരീഷിന്റെ വാക്കുകളിൽ സത്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യേ, നീ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു നല്ല ഹോസ്റ്റലിൽ പോയിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോയാക്കാം. അവിടെ നീ സുരക്ഷിതമായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സാവകാശം തീരുമാനിക്കാം. ഹരീഷ് ഒരു പരിഹാരം എന്ന നിലയിൽ തന്നെ പറഞ്ഞു. എന്നാ നീതു പെട്ടെന്ന് തലയാട്ടി. വേണ്ട ഹരീഷെ, എന്നെ ഹോസ്റ്റലൊന്നും കൊണ്ടുപോയി ആക്കണ്ട. അതിൻ്റെ ഒന്നും കാര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ തിരികെ പോയിക്കോളാം. ഹരീഷ് നെട്ടിലോടെ അവനെ നോക്കി. വീട്ടിലേക്കോ? നീ എന്താ ഈ പറയുന്നത്? വീട്ടിലേക്ക് പോയാൽ എങ്ങനെ ശരിയാവും നീതു? നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. വീണ്ടും അവർ ചെന്നാൽ ആ വീട്ടുകാർ അങ്ങനെ സമ്മതിക്കുമോ? നിന്നെ അവർ വീണ്ടും അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യില്ലേ? നീതുവിൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിടർന്നു. അതിൽ വല്ലാത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ഹരീഷെ. എനിക്കവിടെ പിടിച്ചു നിൽക്കാനൊക്കെ അറിയാം. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടാൽ മതി എന്ന് പറയും. ഹരീഷ് അവളോട് കൂടുതൽ തർക്കിക്കാനൊന്നും നിന്നില്ല. നീതുവിൻ്റെ ആ ഒരു ചങ്കുറപ്പുണ്ടെന്നും വീട്ടുകാരുടെ മുന്നിൽ എങ്ങനെയൊക്കെ തലയെടുത്ത് നിൽക്കണമെന്നും അവൾക്കറിയാമെന്നും അവന് നന്നായിട്ടറിയാമായിരുന്നു. ഒടുവിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവളുടെ നിർബന്ധപ്രകാരം ഹരീഷ് കാറ് നീതുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. നീതുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാറ് വന്നു നിന്നപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെട്ടു. അങ്ങോട്ടേക്ക് കയറി പോകുന്ന നീതുവിനെ നോക്കി ഒരു നിമിഷം ഹരീഷ് അവിടെ നിന്നു. അവൾ തിരിഞ്ഞു നോക്കാതെ ഉമ്മറത്തേക്ക് നടന്നു കയറി. കാർ തിരികെ പോകുന്ന ആ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് വീടിൻ്റെ ഉമ്മറത്തേക്ക് വീട്ടുകാർ വന്നത്. നീതുവിനെ കണ്ടപ്പോൾ അവളുടെ അമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അടുത്ത് തന്നെ സഹോദരൻ അഖിലും ഉണ്ടായിരുന്നു. അവനും കട്ടക്കലിപ്പിലായി. നീ ഇറങ്ങിപ്പോയിട്ട് എന്താടി ഇങ്ങോട്ടേക്ക് വന്നത്? ഒടുവിൽ അവൻ നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കൊണ്ടുവിട്ടുവല്ലേ? അമ്മയുടെ വാക്കുകളിൽ പരിഹാസവും ദേഷ്യവും നിറഞ്ഞു നിന്നു. നീതു പ്രതികരിക്കാതെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ അഖിൽ അവളുടെ വഴി തടഞ്ഞു നിന്നു. എങ്ങോട്ടേക്കാടി നീ കയറി പോകുന്നത്? അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ നീ കേൾക്കില്ല. ഇപ്പോൾ കൊള്ളാമല്ലോ. നല്ല അനുഭവമായിരിക്കില്ലേ നിനക്ക്? അഖിൽ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. തുടർച്ചയായ കുറ്റപ്പെടുത്തലും അധിക്ഷേപങ്ങളും ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ അങ്ങ് മുഴങ്ങിക്കേട്ടു. പെട്ടെന്ന് തന്നെ അഖിൽ അമ്മക്ക് നേരെ തിരിഞ്ഞു. അമ്മേ, ഇവളിങ്ങനെ കയറുകയും വിട്ടിട്ട് കാര്യമില്ല. ഇനി ഇവൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇവളെ ആ മുറിക്കകത്ത് കൊണ്ടുപോയി പൂട്ടിയിട്ട് കിടക്കട്ടെ അവൾ അവരുടെ ഇരട്ടത്ത്. അമ്മയും അത് ശരിവെച്ചു. അതെ, അതാണ് നല്ലത്. ഇനി ഇവൾ പുറത്തു പോകുന്നത് എനിക്കൊന്ന് കാണണം. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ദീന്ദുവിനെ ബലമായി തന്നെ മുറിക്കകത്തേക്ക് അങ്ങ് തള്ളിക്കയറ്റി പുറത്തു നിന്നങ്ങ് കുറ്റിയിട്ടു. അവളുടെ ഫോണ് നേരത്തെ തന്നെ അവർ പിടിച്ചു വാങ്ങിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുറംലോകവുമായിട്ട് അവൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന ധൈര്യത്തിലായിരുന്നു അവരവളെ പൂട്ടിയിട്ടത്. എന്നാൽ ആ അടഞ്ഞ മുറിക്കുള്ളിൽ നീതു കരയുന്നതോ തളർന്നിരിക്കുന്നതോ ആയിരുന്നില്ല. അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. ഹരീഷ് വളരെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ വീട്ടിൽ കൊണ്ടുപോയിടുന്നതിന് മുൻപ് തന്നെ അവൾക്ക് പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത് അത് നൽകിയിരുന്നു. അത് അവളുടെ ബാഗിന്റെ രഹസ്യ അറയിൽ ഭദ്രമായിരുന്നു. നീതു ബാഗ് തുറന്ന് ആ പുതിയ ഫോൺ പുറത്തേക്കെടുത്തു. അവൾ ആദ്യം വിളിച്ചത് ഹരീഷിനെയാണ്. വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൾ അവനോട് വിശദമായി പറഞ്ഞു. തുടർന്ന് അവൾ മറ്റൊരു നമ്പറിലേക്ക് കൂടി വിളിച്ചു. അതൊരു നിർണായകമായ കോളായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് നീതുവിന്റെ വീടിന്റെ ഉമ്മറത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു. ജീപ്പിൽ ഒരു വനിതാ പോലീസായിരുന്നു. വനിതാ SIയും ഒപ്പം കുറച്ച് പോലീസുകാരും പുറത്തേക്ക് ഇറങ്ങി. പോലീസിനെ കണ്ടപ്പോൾ നീതുവിന്റെ അച്ഛനും അമ്മയും അഖിലും പരിഭ്രാന്തമായി മുറ്റത്തേക്ക് വന്നു. എന്താ സാറേ പ്രശ്നം? അച്ഛൻ വിരയിലോടെ ചോദിച്ചു. പോലീസുകാർ അവരെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ഇത് നീതുവിന്റെ വീടല്ലേ? SI ചോദിച്ചു. അതെ മാഡം. അവൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അച്ഛൻ ചോദിച്ചു. നീതു പുറത്തെന്തോ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടാണ് ഈ പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുന്നത് എന്നായിരുന്നു അവർ കരുതിയത്. അവൾ എവിടെ? അവൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ, SI കർക്കശമായി പറഞ്ഞു. അവൾ മുറിക്കകത്തുണ്ട്. അഖിൽ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. പോയി വിളിച്ചോട് വാടോ. പോലീസ് ഉദ്യോഗസ്ഥർ ശബ്ദമുയർന്നപ്പോൾ അഖിൽ വേഗം ഓടിപ്പോയി മുറി തുറന്നു നീതുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. നീതു ധൈര്യത്തോടെ പോലീസിന് മുന്നിൽ വന്നു നിന്നു. ഇതാണോ നിങ്ങളുടെ മകൾ? പോലീസുകാർ ചോദിച്ചു. അതെ, ഞങ്ങൾക്കൊരേ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്.
നിങ്ങൾ ഈ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുവാണെന്നും മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുവാണെന്നും നേരാവണ്ണം ആഹാരം പോലും കൊടുക്കുന്നില്ല എന്നും എസ് ഐയുടെ വാക്കുകൾ കേട്ട് നീതുവിൻ്റെ വീട്ടുകാർ അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോയി. അയ്യോ അല്ല മാഡം, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അമ്മ വേഗം ഇടപെട്ടു. അങ്ങനെയല്ലല്ലോ ഈ കുട്ടി പരാതി തന്നിരിക്കുന്നത്. ഇവൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പോലീസ് പറഞ്ഞത് കേട്ടപ്പോൾ വീട്ടുകാർക്ക് കാര്യം മനസ്സിലായി. തന്നെ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുകയാണെന്ന് ഇവൾ എങ്ങനെ പോലീസിനെ വിളിച്ചറിയിച്ചു എന്നോർത്ത് അവർ പരസ്പരം നോക്കി. പോലീസ് നീതുവിനോട് കാര്യങ്ങൾ ചോദിച്ചു. അവൾ യാതൊരു ഭയവുമില്ലാതെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. മാഡം, ഇതെൻ്റെ സഹോദരൻ അഖിൽ. എനിക്കൊരു ചെറുപ്പക്കാരനെ ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ ഇവരെന്നെ കുറേ അധികം അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എങ്കിലും എനിക്കിവിടെ നിന്നേ മതിയാവൂ. ഇതെൻ്റെ വീടല്ലേ. എൻ്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം ഞാൻ ഇവിടെ കഴിയേണ്ട ആളല്ലേ. ഒരാളെ ഞാൻ സ്നേഹിച്ചു പോയി എന്നതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തത്. നീതുവിൻ്റെ വാക്കുകൾ കേട്ട് പോലീസുകാരി അവരെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. കേട്ടല്ലോ, നിങ്ങളുടെ മകളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇവളെ ഉപദ്രവിക്കാനുള്ള യാതൊരുവിധ റൈറ്റ്സും നിങ്ങൾക്കില്ല. പറഞ്ഞത് മനസ്സിലായോ? ഇനി എങ്ങാനും ഇവളെ ഉപദ്രവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ നിങ്ങളെല്ലാവരും കൂടെ തൂക്കിയെടുത്ത് ഞാൻ അങ്ങ് അകത്തിടും. തുടർന്ന് അഖിലിന് നേരെ തിരിഞ്ഞുകൊണ്ട് എസ് ഐ വാണിംഗ് കൊടുത്തു. നിനക്ക് ജയിലിൽ കിടക്കണോടാ, അതോ ഇവിടെ സമാധാനമായി നിൽക്കണോ? ഇനി ഇവളുടെ ദേഹത്ത് ഒരു ഉറുമ്പ് വീണാൽ പോലും നിന്നെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. നീതുവിൻ്റെ അമ്മയോടും അവർക്ക് പറയാനുണ്ടായിരുന്നു അത്. നിങ്ങൾ പ്രസവിച്ച കുട്ടിയായിരിക്കുമെന്ന് വെച്ച് ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല. അവൾക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ പേരിൽ ഒരിക്കലും ഇവളെ ഉപദ്രവിക്കാൻ പാടില്ല. കടുത്ത ഭാഷയിൽ താക്കീത് നൽകിയതിനു ശേഷം പോലീസുകാർ മടങ്ങി. നീതുവിൻ്റെ മുഖത്ത് വലിയൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു. അവളുടെ ബുദ്ധി വിജയിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നീതുവിൻ്റെ വീട്ടിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലായിരുന്നു. അവൾക്ക് നല്ല സ്വാതന്ത്ര്യം തന്നെ ലഭിച്ചു. കൃത്യമായി ആഹാരം കഴിക്കുകയും ആരെയും ഭയക്കാതെ തന്നെ അവൾ ആ വീട്ടിൽ കഴിഞ്ഞു. അച്ഛനും അമ്മക്കും അഖിലിനും കടുത്ത ദേഷ്യമുണ്ടായിരുന്നുവെങ്കിലും പോലീസിനെ പേടിച്ച് അവരൊന്നും തന്നെ മിണ്ടിയില്ല. നീതുവിൻ്റെ മുറി അടച്ചിടാൻ പിന്നെ അവർ ഒരിക്കലും ധൈര്യപ്പെട്ടിരുന്നില്ല. പിറ്റേ ദിവസം തന്നെ നീതു ഹരീഷിനെ പോയി കണ്ടു. വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൾ വളരെ ആവേശത്തോടു കൂടെ തന്നെ അവനോട് വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് അതിശയത്തോടെ ഹരീഷ് അവളെ നോക്കി. എൻ്റെ ദൈവമേ, നിനക്ക് ഇത്രമാത്രം ചങ്കുറപ്പുണ്ടായിരുന്ന കാര്യം ഞാൻ ഇപ്പോഴും അറിയുന്നത്. നീതു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നല്ലാതെ, ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കിടന്ന് അവരുടെ തല്ലുകൊണ്ട് ചാവാനൊന്നും എന്നെ കിട്ടില്ല. ഹരീഷ് അവളെ ഒന്ന് ഓർത്ത് അഭിമാനം തോന്നി. അന്ന് വൈകുന്നേരം ഹരീഷേട്ടൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ നിധിയും സുധീഷും എന്തോ ഗൗരവമായ ചർച്ചയിലായിരുന്നു. ഹരീഷ് അങ്ങോട്ടേക്ക് ചെന്നു. നിധി ഹരീഷിനോടായി പറഞ്ഞു. ഹരീഷ്, സുഭാഷേട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തണം. സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെയും നീതുവിൻ്റെ കല്യാണം എങ്ങനെ നീണ്ടുപോകുന്നത്? ആ വിവാഹം നടക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ലല്ലോ. ഹരീഷ് നിസ്സഹായതയോടെ നോക്കി. അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ഏട്ടത്തി? ഞാൻ പലവട്ടം ആലോചിച്ച ഒരു വഴിയും കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിധി അവന് ഉറപ്പ് നൽകി. പിറ്റേ ദിവസം തന്നെ ഓഫീസിൽ പോയിട്ട് തിരികെ വരുന്ന സമയത്തിന് നിധിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അവൾ നേരെ ചെന്ന് ഹരീഷിനെയും സുധീഷിനെയും അടുത്തേക്കാണ്. സുധീഷേട്ടൻ്റെ ജാതകം എവിടെയെങ്കിലും ഉണ്ടോ? നിധി ചോദിച്ചു. ജാതകമോ? സുധീഷ് അത്ഭുതത്തോട് ചോദിച്ചു. അതെ, സുഭാഷേട്ടൻ്റെ ജാതകം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടത്തണം. ഹരീഷിന് കാര്യം മനസ്സിലായില്ല. അതിന് ജാതകവും വിവാഹവും തമ്മിൽ എന്താ ബന്ധം? നിധി ചിരിച്ചുകൊണ്ട് വിശദീകരിച്ചു. അതെ, ജാതകം നോക്കി വിവാഹം നടക്കുന്ന ഒത്തിരിയധികം ആൾക്കാർ ഇപ്പോഴുണ്ട്. എല്ലാവരെയും അങ്ങനെയൊക്കെ തന്നെയാണ് നോക്കുന്നത്. ചേട്ടൻ്റെ ജാതകം എവിടെയാണെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛൻ എന്ത് കാര്യത്തിന് മുൻപ് തന്നെ ജോത്സ്യനെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ജോത്സ്യം വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ജാതകം നോക്കി കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പറയുന്ന ഒരാളാണ് അയാൾ. അവളൊന്ന് നിർത്തിക്കൊണ്ട് തുടർന്നു. സുഭാഷേട്ടൻ്റെ ജാതകം കിട്ടുകയാണെങ്കിൽ വലിയ എളുപ്പമുണ്ട്. എൻ്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഇങ്ങനെ ജാതകമൊക്കെ നോക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യമാണ്. അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സുഭാഷേട്ടൻ്റെ ജാതകം അവർക്ക് കൊടുക്കാം. അതുമായിട്ട് ഒത്തുപോവാണെങ്കിൽ നമുക്ക് ഈ ഒരു വിവാഹം നടത്തണം. അവർക്ക് വേറെ ഡിമാൻഡൊന്നുമില്ല. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ജാതകം തമ്മിൽ ചേരണം, അത്ര മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ സുധീഷിനും ഹരീഷിനും വലിയ പ്രതീക്ഷയായി. ഓ, അങ്ങനെയാണല്ലേ, എങ്കിൽ പിന്നെ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം, സുധീഷും പറഞ്ഞു. സുധീഷും ഹരീഷും നേരെ ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെന്ന് ഭാസ്കരൻ ഉമ്മർത്തിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, സുധീഷ് വിളിച്ചു. എന്താടാ? ഭാസ്കരൻ പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു. അല്ല, ഈ സുഭാഷേട്ടൻ ജനിച്ച സമയം തീയതിയൊക്കെ അച്ഛൻ ഓർമ്മയുണ്ടോ? ഭാസ്കരൻ പത്രം മടക്കി വെച്ച് അവരെ ഒന്ന് നോക്കി. എന്നിട്ട് വളരെ നിസ്സാരമായി പറഞ്ഞു. അവൻ ജനിച്ചത് ഒരു 30 വർഷം മുൻപേ അല്ലേ? ആർക്കറിയാം? അപ്പോൾ തീയതി ഹരീഷേട്ടൻ ആകാംക്ഷയോട് ചോദിച്ചു. ഹാ, തീയതിയൊന്നും എനിക്ക് ഓർമ്മയില്ലടാ. അതൊക്കെ ഞാൻ എങ്ങനെയാ ഓർത്തിരിക്കുന്നത്? ഇതും കേട്ട് സുധീഷിന് ഭയങ്കര ടെൻഷനും ദേഷ്യമൊക്കെ വരികയാണ്. നിങ്ങളൊരു അച്ഛനാണോ? അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നു. സ്വന്തം മകൻ ജനിച്ച ദിവസം പോലും അറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഭാസ്കരൻ വിട്ടുകൊടുത്തില്ല. പിന്നെ എന്ന് വെച്ച് ഞാൻ അതും ആലോചിച്ചുകൊണ്ട് നടക്കുവാണോ എൻ്റെ പണി? എനിക്ക് വേറെ എത്ര കാര്യങ്ങളുണ്ട്. അച്ഛനുമായി തർക്കിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. എങ്ങനെയെങ്കിലും
ആ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്തണമല്ലോ. അതിനുവേണ്ടി സുധീഷിൻ്റെ മനസ്സിൽ ഒരു കുരുട്ടുബുദ്ധി തോന്നി. സുധീഷ് ഹരീഷിനെയും കൂട്ടി ഒരു പ്രശസ്തനായ ജ്യോത്സ്യനെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ അയാൾ നല്ല തിരക്കിലായിരുന്നു. കുറേ സമയം കാത്തിരുന്നതിന് ശേഷമാണ് അവരുടെ ആ ഒരു ഊഴം വന്നത്. ഇരുവരും അകത്തേക്ക് കയറി. നമസ്കാരം സ്വാമി, ഞങ്ങൾക്കൊരു ജാതകം കുറിച്ച് തരണം, സുധീഷ് വിനയത്തോടെ പറഞ്ഞു. ജ്യോത്സ്യൻ ചിരിച്ചു. കുറിച്ചു തരാമല്ലോ. ജനിച്ച സമയം തീയതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. സുധീഷ് അങ്ങ് പരിങ്ങി. അതെ, ജനിച്ച സമയമൊന്നും കൃത്യമായിട്ട് അറിയില്ല, നാളെ മാത്രമേ അറിയാവുള്ളൂ. ജ്യോത്സ്യന്റെ മുഖം ചൊളിഞ്ഞു. നാളെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കുട്ടി? സമയവും തീയതിയും കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നാളും ഗ്രഹനിലയും ഒക്കെ തന്നെ കുറിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിലും സമയം അറിയാതെ എങ്ങനെ ജാതകം എഴുതാനാ? അതെ, അതൊന്നും അറിയില്ല സ്വാമി, സുധീഷ് പറഞ്ഞു. എങ്കിൽ പിന്നെ സമയം മെനക്കെടുത്താതെ പോവാൻ നോക്ക്, ജ്യോത്സ്യൻ ദേഷ്യത്തോടെ പറയണേ. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും സുധീഷ് ഉദ്ദേശിച്ചില്ല. അവൻ സ്വരം കടുത്തു. അതെ, ഞങ്ങൾക്ക് ഈ ജാതകം കുറിച്ചു തരണം. പൈസ എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം. പക്ഷേ കുറിച്ച് തന്നേ മതിയാവൂ. ജ്യോത്സ്യൻ അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അങ്ങനെ കള്ളത്തരമൊന്നും ഇവിടെ കുറിച്ചു തരാൻ പറ്റില്ല. ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കുറിച്ചു തരത്തുള്ളൂ. നിങ്ങൾ പോയിട്ട് വേറെ ആളെ നോക്ക്. ഇത് കേട്ട് സുധീഷ് തന്റെ തനി നിറമങ്ങ് പുറത്തെടുത്തു. നിങ്ങൾ കുറിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെ കുറിക്കുന്ന ജാതകമൊക്കെ കള്ളത്തരമാണെന്ന് ഞാൻ അങ്ങ് നാട്ടുകാരോട് പറഞ്ഞു വരുത്തും. അത് നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ ഒരു ജാതകം എഴുതിത്തായോ. അവൻ ജ്യോത്സ്യനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഏത് നാളുമായിട്ട് ചേരുന്ന വളരെ നല്ലൊരു സമയം നോക്കിയിട്ട് നല്ലൊരു സൂപ്പർ ജാതകം തന്നെ ഉണ്ടാക്കിത്തായോ. ചോദിക്കുന്ന പൈസ തരാം, സുധീഷ് പറഞ്ഞു. ഒടുവിൽ വേറെ വഴിയില്ലാതെ അവരുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ജ്യോത്സ്യൻ ആ ഒരു കള്ളജാതകം എഴുതി നൽകി. അതിന് ഹരീഷ് പൈസ കൊടുത്ത് തന്റെ ചേട്ടന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ആലോചന നടക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ തയ്യാറായിരുന്നു. ആ ജാതകവുമായി അവർ നേരെ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടനെ വിവാഹം നടത്തണം. നിധിയെടുത്തി പറഞ്ഞ ആ ഒരു ആലോചന വളരെ നല്ലതാണെന്ന് അവർക്ക് തോന്നി. അവർക്ക് ആ ഒരു ജാതകം ചേരണമെന്ന ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഈ കള്ള ജാതകം വെച്ച് നോക്കുമ്പോൾ ഏത് പെൺകുട്ടിയുമായിട്ടും ജാതകം കിട്ടുമല്ലോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവർ നിധിയോട് വിവരം പറഞ്ഞു. ഏട്ടത്തി, ഒരു കാര്യം ചെയ്യേ, നാളെ തന്നെ അവരെ വിളിച്ചോ, അവർ വരട്ടെ, എന്നിട്ട് വന്ന് കാണട്ടെ, സുധീഷ് ആവേശത്തോടെ പറഞ്ഞു. ജാതകം അവർ നോക്കട്ടെ, ജാതകം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ പിന്നെ പെണ്ണ് കാണാൻ പോലും വരത്തുള്ളൂ, നിധിയും പറഞ്ഞു. അന്നേ ദിവസം രാത്രി തന്നെ സുധീഷ് സുഭാഷിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. എന്നാൽ സുഭാഷ് ഏട്ടന് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു. അവൻ അതിൽ ഒട്ടും തന്നെ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. വേണ്ട, എനിക്കിതൊന്നും വേണ്ട, അതിന് യാതൊരുവിധ താല്പര്യമില്ല. എന്റെ കല്യാണം ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല, സുഭാഷ് ഏട്ടൻ സങ്കടത്തോടെ പറഞ്ഞു. പക്ഷേ നിധിയും സുധീഷും ഹരീഷും അവനെ വിട്ടില്ല. അവരവനെ നിർബന്ധിച്ചുകൊണ്ട് സമ്മതിപ്പിച്ചു. പിറ്റേ ദിവസം തന്നെ നിധി പറഞ്ഞതനുസരിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സുഭാഷ് ഏട്ടന്റെ വീട്ടിലേക്ക് വരികയാണ്. വളരെ മാന്യമായിട്ടുള്ള ആൾക്കാരായിരുന്നു അവര്. അവരെല്ലാവരെയും ഉമ്മർത്ത് തന്നെ ഇരുത്തി സൽക്കരിച്ചു. പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒടുവിൽ വന്ന ജാതകം ചോദിച്ചു. ജാതകം ഒന്ന് കാണിക്കാമോ? ഞങ്ങളുടെ കൂടെ ജാതകം നോക്കുന്ന ഒരാളുണ്ട്, പുള്ളി ഒന്ന് നോക്കട്ടെ, പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് വലിയ ആവേശത്തോടെ അകത്തേക്ക് പോയി താൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കള്ളജാതകം എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. അവരുടെ കൂടെ വന്ന ജ്യോത്സ്യൻ അത് വാങ്ങി തന്റെ കൈവശമുള്ള പെൺകുട്ടിയുടെ ജാതകവുമായി അയാൾ ആ ജാതകം ഒത്തുനോക്കാൻ തുടങ്ങി. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടെ അയാളത്തെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. കുറച്ചു സമയം കണക്കുകളൊക്കെ കൂട്ടിയതിനു ശേഷം ജ്യോത്സ്യനൊന്ന് തലയാട്ടി. ഇല്ല, ഇത് പറ്റില്ല, ഈ ജാതകവുമായിട്ട് പെൺകുട്ടിയുടെ ജാതകം തീരെ ചേരത്തില്ല. ഇത് കേട്ട് സുധീഷിനും ഹരീഷിനും അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോയി. അയാൾ ഏത് പെണ്ണിന്റെ ജാതകമായിട്ട് ചേരുന്ന ജാതകമെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ ചേരത്തില്ല എന്ന് പറയും? അവർക്ക് ആകെപ്പാടെ അന്തം വിട്ടുപോയി. ജ്യോത്സ്യൻ സംശയത്തോടെ ആ ജാതകത്തിലേക്ക് വീണ്ടും നോക്കി. ഇത് കണ്ടിട്ട് ഇത് പുതിയതായിട്ട് എഴുതിവെച്ച ജാതകമാ തോന്നുന്നല്ലോ, ഇതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ട്. ഈ സമയത്തിന് ഒരു കസേരയിൽ പത്രം പിടിച്ച് നിൽക്കുന്ന ഭാസ്കരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ചാടി എഴുന്നേറ്റു. ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്, ഭാസ്കരൻ ഉറക്കെ അങ്ങ് പറഞ്ഞു. അതെ, ഞാൻ ഇവന്റെ ജാതകം നേരത്തെ കുറിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് പഴയൊരു പ്രശസ്തനായ ജ്യോത്സ്യനാണ് ആ ജാതകം കുറിച്ചത്. ആ ഒറിജിനൽ ജാതകം എൻ്റെ കയ്യിൽ തന്നെ ഭദ്രമായി ഇരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം. ഇത്രയും പറഞ്ഞ് ഭാസ്കരൻ വേഗത്തിൽ തന്നെ അകത്തേക്ക് പോയി. ഇത് കേട്ട് സുധീഷും ഹരീഷും അങ്ങ് ആകെ ഷോക്കായതുപോലെ നിൽക്കുകയാണ്. അവർ വേഗം ഭാസ്കരന്റെ പിന്നാലെ അകത്തേക്ക് ഓടി. സുധീഷ് ദേഷ്യം വന്ന് കടിച്ചു പിടിച്ചെന്ന് ചോദിച്ചു. അല്ല, ജാതകം കയ്യിലുണ്ടായിരുന്നോ? പിന്നെ ഇന്നലെ ഞങ്ങളോട് അച്ഛൻ ഇല്ലാന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്നല്ലേ പറഞ്ഞത്? ഭാസ്കരൻ തിരിഞ്ഞു നിന്ന് നിഷ്കളങ്കമായെന്ന് പറഞ്ഞു. എടാ പൊട്ട, ജാതകം ഉണ്ടോ എന്നുള്ള കാര്യം ഇന്നലെ നീ എന്നോട് ചോദിച്ചില്ലല്ലോ. അവൻ ജനിച്ച സമയം തീയതിയല്ലേ നീ ചോദിച്ചത്? അതല്ലേ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ജാതകം കുറിപ്പിച്ചില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛന്റെ മറുപടി കേട്ട് തലയിലടിച്ചു നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഭാസ്കരൻ തന്റെ പഴയ പെട്ടിൽ നിന്നും മഞ്ഞ നിറമുള്ള ആ പഴയ ജാതകം എടുത്തുകൊണ്ടുവന്ന് പുറത്തുള്ള ജ്യോത്സ്യന്റെ കയ്യിലേക്ക് കൊടുത്തു. പുറത്തു വന്ന ജ്യോത്സ്യൻ ആ പഴയ ജാതകം നോക്കി ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അയാളുടെ മുഖത്തെ ഭാവം അങ്ങ് മാറി. കണ്ണുകൾ വിടർന്നു, നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അയാൾ പേടിയോടുകൂടെ ഭാസ്കരനെയും സുഭാഷേട്ടനെയും മാറി മാറി നോക്കി. എന്താ പ്രശ്നം? പെൺകുട്ടിയുടെ അച്ഛൻ ചോദിച്ചു. ജ്യോത്സ്യൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ക്ഷമിക്കണം, ഒരു കാരണവശാലും ഈ കുടുംബവുമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ നിങ്ങൾക്ക് പാടില്ല. ഇത് കേട്ടപ്പോൾ ഭാസ്കരനും സുഭാഷേട്ടനും സുധീഷും അങ്ങനെ
എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചു പോയി. എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത്? സുധീഷ് ദേഷ്യത്തോട് ചോദിച്ചു. ജോത്സ്യൻ ഗൗരവത്തോടെ പറഞ്ഞു, ഈ ജാതകമുണ്ടല്ലോ, ഇത് വളരെ മോശം ജാതകമാണ്. ഈ ജാതകമായി ഒരു വീട്ടിൽ ഒരു കാലത്തും ഒരു പെണ്ണ് വാഴത്തില്ല. കല്യാണം നടന്നാലും ആ പെണ്ണ് ഇവിടെ നിൽക്കത്തില്ല. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് ആ വീട്ടിലങ്ങ് പതിച്ചത്. ഭാസ്കരൻ ആകെ തളർന്നുപോയി. പെട്ടെന്ന് തന്നെ അയാളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത ഓടിയെത്തി. ഏയ്, അപ്പോ അതുകൊണ്ടാണോ എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയത്? തനിക്ക് ഭാര്യയെ നഷ്ടപ്പെടാൻ കാരണം തൻ്റെ മൂത്ത മകന്റെ ഈ ഒരു ജാതകദോഷമാണോ എന്ന ചിന്ത ഭാസ്കരനെ വല്ലാതെ അലട്ടി. ഒരു പെണ്ണിന്റെ ജാതകവുമായും ഇവന്റെ ജാതകം ചേരാൻ പോകുന്നില്ല. ഈ വീട്ടിൽ പെണ്ണ് വാഴാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ കുടുംബവുമായിട്ട് യാതൊരുവിധ ബന്ധവും വേണ്ട, ജ്യോത്സ്യൻ തറപ്പിച്ചു പറഞ്ഞു. അതോടുകൂടെ വന്നവർ വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സുഭാഷേട്ടൻ തറഞ്ഞ നോട്ടത്തോട് അവിടെ നിന്നു. അവന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടായിരുന്നു. താൻ കാരണം, തന്റെ ജാതകം കാരണമാണോ ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴാത്തത്? താനാണോ ഈ കുടുംബത്തിന്റെ ശാപം? ഈ ജാതകമുള്ളത് കൊണ്ട് ഈ വീട്ടിൽ ഒരു കല്യാണം പോലും നടക്കുന്നില്ലേ? ചിന്തിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു സുഭാഷേട്ടന് ആ ഒരു നിമിഷം. സ്വന്തം അസ്തിത്വം തന്നെ തന്റെ ഈ ഒരു കുടുംബത്തിന് ബാധ്യതയാണെന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവിടെ തളർന്നിരുന്നു. നിധി ഇങ്ങനെയൊന്നും ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അവരെ വിളിച്ചു കൊണ്ടുവന്നത് എത്രയും പെട്ടെന്ന് സുഭാഷേട്ടനെ കല്യാണം നടക്കണം എന്ന ആ ഒരു നല്ലൊരു ചിന്തയോടു കൂടി മാത്രമായിരുന്നു. പക്ഷേ അവസാനം എല്ലാം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നോർത്തിട്ട് അവൾക്കും വല്ലാതെ സങ്കടം വന്നു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. സുധീഷും നിധിയും ഹരീഷും ചേർന്ന് സുഭാഷേട്ടനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഏട്ടാ, ഇതൊന്നും കാര്യമാക്കണ്ട, ആ ജോത്സ്യനൊന്നും അറിയത്തില്ല എന്ന് സുധീഷ് പറഞ്ഞുവെങ്കിലും അതൊന്നും സുഭാഷേട്ടന്റെ കാതുകളിൽ കയറിയില്ല. അവന്റെ മനസ്സിനെ ആ സത്യമല്ലാതെ പിടിച്ചുലച്ചിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിട്ടുള്ള നിശബ്ദതയായിരുന്നു ആ വീട്ടിൽ അപ്പോൾ നിറഞ്ഞു നിന്നിരുന്നത്. ജോത്സ്യൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങളും ചോദ്യങ്ങളുടെയും നടുവിൽ ഉത്തരമില്ലാതെ സുഭാഷേട്ടൻ തന്റെ ഇരുണ്ട ഭാവിയിലേക്ക് നോക്കി തിരിഞ്ഞു. പരിഹരിക്കാനാവാത്ത ആ വലിയ ചോദ്യം അവിടെ അവശേഷിച്ചിരുന്നു. സുഭാഷേട്ടന്റെ വിധി ഇനി എന്തായിരിക്കും? അങ്ങനെ സുഭാഷേട്ടൻ ഏതായാലും ഇനി വീട്ടിലുള്ള എല്ലാവരും ഇനി നല്ല രീതിയിൽ ജീവിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് ആരും അറിയാതെ സുഭാഷേട്ടൻ ഏതായാലും വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നൊക്കെയുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.